ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ബോർഡ്. പ്ലേ സ്റ്റോറിൽ പോയാൽ ഒത്തിരി ബ്ലാക്ക് ബോർഡ് ആപ്പുകളുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ ഒത്തിരി ഫെസിലിറ്റീസ് ഉള്ളതുമായിട്ടുള്ള ഒരു ബ്ലാക്ക് ബോർഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇതിനായിട്ട് പ്ലേ സ്റ്റോറിൽ ബ്ലാക്ക് ബോർഡ് ആപ്പ് ഫോർ ടീച്ചേഴ്സ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് ബോർഡ് ആപ്പ് ഫോർ ടീച്ചേഴ്സ് ജസ്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ബ്ലാക്ക് ബോർഡിൻ്റെ ആപ്പ് കാണും. ഞാൻ അതിനകത്ത് ഈ ഗ്രീൻ കളറിൽ കാണുന്ന ബ്ലാക്ക് ബോർഡ് എന്നുള്ള ഈ ആപ്പാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഡീറ്റെയിൽ മാത്രം പറഞ്ഞുതരാം. ലെഫ്റ്റ് സൈഡിൽ കുറേ കളർ പെൻസിലുകളാണ് ഉള്ളത്. അപ്പോൾ അതിലേത് കളറാണ് വേണ്ടത് അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബോർഡിൽ എഴുതാവുന്നതാണ്. ഈ കളേഴ്സ് അല്ലാതെ വേറെ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സർക്കിൾ കളറിൻ്റെ ഒരു സർക്കിൾ ബോക്സ് കാണുന്നില്ലേ, അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു പേജാണ് വരിക. ഇതിൽ നിന്നും നമുക്ക് സ്ക്രോൾ ചെയ്ത് കളർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കളർ പാലറ്റിൽ കാണുന്ന കളറാണ് നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കളർ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇനി സ്ക്രീനിൽ എഴുതി നോക്കുക, ആ കളറായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലെഫ്റ്റ് സൈഡിലുള്ള കാര്യം. ഇനി റൈറ്റ് സൈഡിലുള്ള കാര്യമാണ് പറയുന്നത്. ലെഫ്റ്റ് സൈഡിലെ പോലെ റൈറ്റ് സൈഡിലും ഒത്തിരി പെൻസിൽസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന വരയുടെ വീതി കൂട്ടാനുള്ളതാണ് ഈ പെൻസിൽസ്. ഇപ്പോൾ ഏറ്റവും താഴത്തെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വീതി കുറച്ച് കൂടുതലായിരിക്കും. ഏറ്റവും ആദ്യത്തെയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ വീതി കുറവായിരിക്കും. അപ്പോൾ ഇടയിലുള്ളതെല്ലാം വീതി കൂട്ടാനും കുറയ്ക്കാനും ഉള്ള പെൻസിൽസാണ് ഉള്ളത്. ഇനി പറയാനുള്ളത് എറേസറിനെ കുറിച്ചാണ്. അത് പറയുന്നതിനേക്കാൾ മുമ്പ് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ആരോ മാർക്കിനെ കുറിച്ചാണ് പറയാനുള്ളത്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 by 1 ആയിട്ട് ഡിലീറ്റ് ആയി പോവും. എറേസറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്ക്രീൻ ഫുള്ളായിട്ട് ഡിലീറ്റ് ആവുന്നതായിരിക്കും. ആരോ മാർക്കാണെങ്കിൽ 1 by 1 ഫുൾ ഡിലീറ്റ് ആക്കണമെങ്കിൽ എറേസറിൽ ക്ലിക്ക് ചെയ്യണം. ഫുൾ ഡിലീറ്റ് ആക്കാൻ എറേസർ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതാണ് ഒന്നാമത്തെ ഓപ്ഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. പ്രത്യേകിച്ച് ചെറിയ ടീച്ചേഴ്സിന്, KG ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ വളരെ യൂസ് ആയിട്ടുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ 4 പേജുകളാണ്, ബോർഡിൻ്റെ പേജുകളാണ് കാണിക്കുന്നത്. ഇപ്പം 4ാമത്തെ ബോർഡാണ് സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്ലിക്ക് ചെയ്ത് നോക്കാം. കോളം നോട്ട്ബുക്കിൻ്റേതാണ്. മാത്സ് ടീച്ചേഴ്സിന് വളരെ യൂസ് ആയിരിക്കും. ഇപ്പോൾ മാത്സൊക്കെ ഹോംവർക്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾക്ക് എഴുതുമ്പോഴൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടത് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ നോക്കിയിട്ട് ഇതിൽ എഴുതിക്കൊണ്ട് തന്നെ കുട്ടികളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇനി സാധാരണ ബോർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ 4ാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. മലയാളം ടീച്ചേഴ്സിൻ്റെ തന്നെ യൂസ് ചെയ്യാനായിട്ട് 2 ലൈൻ ബുക്കുണ്ട്. ഇംഗ്ലീഷ് ടീച്ചേഴ്സിനായിട്ട് 4 ലൈൻ ബുക്കിൻ്റെ പേജും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സാധാരണ ടീച്ചേഴ്സ് ഹോംവർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ എഴുതി കാണിച്ചു കൊടുക്കുന്നത് ബോർഡിൽ തന്നെ 4 ലൈൻ വരച്ചിട്ട് എഴുതി കാണിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ബുക്കിൻ്റെ പേജിൽ എഴുതിയതിന് ശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുകയാണ് പതിവ്. ഇതാവുന്ന സമയത്ത് നേരിട്ട് തന്നെ കുട്ടികൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് ലൈനിലാണ് ടച്ച് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.